അച്ചായ നമ്മൾ പറഞ്ഞ വീട് താണ്ട് ഇതാണ്. വീട് അത്ര വലിയ ഗുണമൊന്നും ഇല്ലല്ലോ. ഞാൻ എന്തായാലും ചോദിക്കട്ടെ, ഈ എബിയുടെ വീടാണോ? ഞാനാ എബി. ഈ വീട് കൊടുക്കാനുള്ളതാണോ? നമ്മുടെ വീടാ കൊടുക്കാനാ. ഞാനേ വണ്ടിയിൽ ആളിരിപ്പുണ്ട്, ഒന്ന് വിളിക്കട്ടെ. ശരി അജയ വാ. ഇത് തന്നെ വാ. പിന്നെ ഇത് മൊത്തം എത്ര സെന്റ് വരും? ഇത് മൊത്തം 15 സെന്റും ഒരു വീടുവാ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും ഒന്ന് എടുക്കാം. അല്ല, ഞങ്ങളേ ഒരു കാര്യം ചെയ്യുന്നു, അച്ഛനെ എന്തെങ്കിലും കാണിക്കട്ടെ, കാണിച്ചിട്ട് അങ്ങോട്ട് വരാം കേട്ടോ. ശരി അച്ഛായ, ഒരു കാര്യമുണ്ട്. ഒരു 17 ലക്ഷം രൂപ ചോദിക്കുന്നത്. 17 എടുത്താലും നഷ്ടമൊന്നുമില്ല. 17 നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ആള് പൈസയ്ക്ക് നല്ല ആവശ്യമായിട്ട് നിൽക്കുക. അപ്പൊ നമ്മൾ ചവിട്ടിത്തൂത്തൊരു 10-13 ഞാൻ മേടിച്ചു തരാം. മനസ്സിലായില്ലേ? പിന്നെ ഞാൻ പരിഗണിച്ചാ പോരെ? അതൊന്നും വിഷയമുള്ള കാര്യമില്ല. ഇപ്പൊ പരിഗണിക്കുന്ന എനിക്കറിയാമല്ലോ അച്ഛൻ. മനസ്സിലായില്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം, പുള്ളിയെ പോയി ഒന്ന് കണ്ട് സംസാരിക്കാം. അയ്യോ, ചായ എടുത്തായിരുന്നോ? വേണ്ട. പിന്നെ ഇതെങ്ങനെ ലാസ്റ്റ് എങ്ങനെ നടക്കും? ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇച്ചിരി പൈസയുടെ അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഞാനിപ്പോ കൊടുക്കാൻ തന്നെ ഒരു 17 ലക്ഷം രൂപ എനിക്ക് ഒരു 14 ലക്ഷം രൂപ കൈ തരും. മനസ്സിലായില്ലേ? റെഡി ക്യാഷിന്റെ പരിപാടിയാ അല്ലേ ചേ? സാധാരണ വസ്തു കച്ചവടം എന്ന് പറഞ്ഞാലേ ഒരു 6 മാസത്തെ എഗ്രിമെന്റ് ഒക്കെ ഇടുക. ഞങ്ങളങ്ങ് റെഡി തരിക ചെയ്യുന്നത് അല്ലേ? എന്തായാലും എന്റെ വൈഫായിട്ടൊന്ന് ആലോചിച്ചു മതി. എന്താ ചായ ആലോചിക്കട്ടെ. അച്ചായ, ഇപ്പൊ എല്ലാ തീരുമാനങ്ങളും അടുക്കളയെന്നാ. എന്താ ചെയ്യ, കാലത്തിന്റെ ഒരു പോക്കേ. അയാളുടെ ഒരു മുതൽ കൊടുക്കുമ്പോഴേ അയാളുടെ ഭാര്യ എടുത്ത് ചോദിക്കുന്ന പറഞ്ഞ വലിയ തെറ്റൊന്നുമില്ല. അവര് അങ്ങനല്ലേ വേണ്ടത്? ശരി, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇയാൾ ഈ ലോകത്തൊന്നും അല്ലേ. എന്താ അവരെന്തോ പറഞ്ഞു? അവര് 14 ലക്ഷം രൂപ റെഡി പൈസ തരാമെന്ന് പറയുന്നു. അന്നേരം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ലല്ലോ. ഞാൻ അവരോടൊന്ന് വന്ന് സംസാരിക്കട്ടെ. അച്ഛാ, ഒരു മിനിറ്റ് ഒന്ന് വരാമോ? അയ്യോ, ഇതെന്ത് പറ്റിയതാ? പറയാം.